CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ SBT ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്. കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാലക്കാട് ജില്ലാ കലോത്സവത്തിൽ രാത്രിയിലും ആവേശമായി സംഘനൃത്ത മത്സരം. മത്സരാർത്ഥികളുടെ ഓരോ പ്രകടനവും ഒന്നിനൊന്ന് മികച്ചതായിരുന്നു. സദസ്സും കാണികളാൽ സമ്പന്നം. CPM ചെർപ്പുളശ്ശേരി ഏരിയ സമ്മേളനം സമാപിച്ചു. ഏരിയ സെക്രട്ടറിയായി K നന്ദകുമാർ തുടരും. സമ്മേളനത്തിന് സമാപനം കുറിച്ച് റെഡ് വോളണ്ടിയർ മാർച്ചും ബഹുജന റാലിയും നടന്നു. പെരിന്തൽമണ്ണ നഗരസഭയുടെ ഫ്ളാറ്റ് സമുച്ചയത്തിലെ മാലിന്യ പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് UDF കൗൺസിലർമാർ മുനിസിപ്പാലിറ്റി ഉപരോധിച്ചു. സമരം KPCC സെക്രട്ടറി V ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. CPM ചെർപ്പുളശ്ശേരി ഏരിയ സമ്മേളനം സമാപിച്ചു. ഏരിയ സെക്രട്ടറിയായി K നന്ദകുമാർ തുടരും. സമ്മേളനത്തിന് സമാപനം കുറിച്ച് റെഡ് വോളണ്ടിയർ മാർച്ചും ബഹുജന റാലിയും നടന്നു. 26 മൈൽ പട്ടാണീസ് ഓഡിറ്റോറിയത്തിൽ 2 ദിവസങ്ങളിലായി നടന്ന CPIM ഏരിയ സമ്മേളനം സമാപിച്ചു. ഏരിയ സെക്രട്ടറിയായി K നന്ദകുമാർ തുടരും. സമ്മേളനത്തിന് സമാപനം കുറിച്ച് ചെർപ്പുളശ്ശേരി ടൗണിൽ ബഹുജന റാലിയും റെഡ് വോളണ്ടിയർ മാർച്ചും നടന്നു. പുത്രാൽക്കൽ പരിസരത്ത് നിന്ന് ആരംഭിച്ച റെഡ് വോളണ്ടിയർ മാർച്ച് ബസ് സ്റ്റാൻഡ് പരിസരത്തെ പൊതുസമ്മേളന നഗരിയിൽ സമാപിച്ചു. ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടന്നില്ല. CPMന്റെ സമ്മേളനത്തിൽ ഞങ്ങൾ പലതും ഉദ്ദേശിച്ചു, പക്ഷെ ഞങ്ങൾ നിരാശപ്പെട്ടു എന്ന നിലയ്ക്ക് വാർത്ത കൊടുക്കാൻ ഉറപ്പുള്ള മനോരമ തയ്യാറാവണം. ഞങ്ങളുടെ പാർട്ടിയുടെ സമ്മേളനത്തെ കുറിച്ച് നിങ്ങൾ പലപ്പോഴായി പല കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. പല സന്ദർഭത്തിൽ ഞങ്ങളുടെ സമ്മേളനത്തിൽ വലിയ പൊട്ടിത്തെറിയുണ്ട് എന്നെല്ലാം വ്യാപകമായി പ്രചരിപ്പിച്ചവരാണ്. എന്നാൽ ഇന്നലെയും ഒന്നുമായി ചെർപ്പുളശ്ശേരി ഏരിയ സമ്മേളനം ചേർന്ന് ഇന്ന് 12:30 മണിയോടുകൂടി സമ്മേളനം അവസാനിപ്പിച്ചു. പാർട്ടിയുടെ പുതിയ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തെയും പാർട്ടി ജില്ലാ സമ്മേളന പ്രതിനിധികളെയും ഐക്യകണ്ഠേനയാണ് ചെർപ്പുളശ്ശേരി ഏരിയ സമ്മേളനം തെരഞ്ഞെടുത്തത്. ആ സമ്മേളനത്തെയാണ് ഇന്ന് മനോരമ സമ്മേളനത്തിൽ മത്സരത്തിന് സാധ്യത എന്ന് നിങ്ങൾ എഴുതിയിട്ടുള്ളത്. ഏരിയ സെക്രട്ടറി K നന്ദകുമാർ സമ്മേളനത്തിൽ അധ്യക്ഷനായി. P മമ്മിക്കുട്ടി MLA, ഏരിയ കമ്മിറ്റി അംഗങ്ങളായി തെരഞ്ഞെടുത്ത KB സുഭാഷ്, E ചന്ദ്രബാബു, MM വിനോദ് കുമാർ, T കുട്ടികൃഷ്ണൻ, I ഷാജു, P രാമചന്ദ്രൻ, C ജയകൃഷ്ണൻ, O സുലൈഖ, M സിജു, E വിനോദ് കുമാർ, AK ദേവദാസ്, PK മുഹമ്മദ് ഷാഫി, K കൃഷ്ണൻകുട്ടി, KK നാരായണൻകുട്ടി, PK സുജിത്ത്, KP വസന്ത, P രജനി, P രാമകൃഷ്ണൻ, TK ഇസഹാക്ക്, NK രാജൻ തുടങ്ങിയവരും പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി. കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ഹാജിമാർക്ക് നടത്തുന്ന സാങ്കേതിക പരിശീലന ക്ലാസുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം താനൂരിൽ നടന്നു. ഉദ്ഘാടനം മന്ത്രി V അബ്ദുറഹ്മാൻ നിർവഹിച്ചു.
മറ്റേതെങ്കിലും ക്യാമ്പുകൾ ഇതിനു വേണ്ടി പോകേണ്ടതില്ല, തേടേണ്ടതില്ല. അപ്പോൾ അതുകൂടി മനസ്സിലാക്കി പോകണം. പക്ഷേ അത്തരത്തിലുള്ള സമാന്തര കമ്മിറ്റികളൊക്കെ എന്താ വരാൻ പോകുന്ന പ്രശ്നം എന്നറിയാം. ഭാവിയിലും നമുക്ക് നിലനിൽക്കണ്ടേ? ഇപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ സമാന്തരം വന്ന അവസാനം ഹജ്ജ് കമ്മിറ്റി എന്തിനാണ് എന്നുള്ളൊരു ചോദ്യം നാളെ കേന്ദ്ര ഗവൺമെൻറ് ഉയർത്തിയാൽ മറ്റൊന്നും നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ ഈ ഒരു സംവിധാനം എന്നത് ഒരുപാട് പാവങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉപകാരമുള്ള കാര്യം. നിങ്ങൾ ഹജ്ജ് കമ്മിറ്റിക്ക് പോകുന്ന പണത്തേക്കാൾ 2 ലക്ഷം രൂപ അടുത്ത മറ്റൊന്നിൽ പോകണം നിങ്ങൾ ചെലവഴിക്കേണ്ടി വരും. അപ്പം ആ ഒരു സാധനം ഇല്ലാതിരിക്കാനാണ് വർഷങ്ങളായി ഈ ഒരു സംവിധാനത്തിലേക്ക് എല്ലാ ഗവൺമെൻറ്റുകളും പോകുന്നത്. അപ്പം അതിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് പകരം താൽക്കാലിക ലാഭത്തിനായി സമാന്തര ഹജ്ജ് കമ്മിറ്റികളും സൗകര്യങ്ങളും ഒരുക്കിയാൽ വരാൻ പോകുന്ന അപകടം വളരെ വലുതാണ്. അത് ചെയ്യുന്നവർ അത് പഠിക്കേണ്ടതാണ്. പക്ഷെ നമ്മൾ അത്തരത്തിലുള്ള മറ്റൊരു ക്യാമ്പിലേക്ക് പോകേണ്ടതില്ല. നമ്മുടെ ആളുകൾ തന്നെ പറയുന്ന ഹാജിമാർക്കുള്ള സേവനം ചെയ്യാൻ ഉള്ള സംവിധാനങ്ങൾ നമുക്കുണ്ട്. സൗദി അറേബ്യയിലും നിങ്ങളെ കൂടെ തന്നെ ധാരാളം ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ കൃത്യമായി തന്നെ ഗവൺമെൻറ് നോക്കും. അവിടെ മലപ്പുറം ജില്ലാ കളക്ടറും ഹജ്ജ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് ഓഫീസറുമായ VR വിനോദ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സർക്കാർ വഴി ഹജ്ജിന് പുറപ്പെടുന്ന 14,590 പേർക്കും ഇനി വെയിറ്റ് ലിസ്റ്റിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്കും പ്രയാസരഹിതമായി ഹജ്ജ് നിർവഹിച്ചു തിരിച്ചുവരാൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും സർക്കാർ തയ്യാറാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ 600ഓളം ട്രെയിനർമാരും 20 ഫാക്കൽറ്റി മെമ്പർമാരും 14 ജില്ലകളിലായി 60-ൽ പരം കേന്ദ്രങ്ങളിൽ 3 ഘട്ടങ്ങളിലായി നടത്തുന്ന സാങ്കേതിക പരിശീലന ക്ലാസുകളിൽ ഹാജിമാർ നിർബന്ധമായും പങ്കെടുക്കണം. ഹജ്ജ് സംബന്ധമായി കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി തയ്യാറാക്കിയ കൈപ്പുസ്തകം താനൂർ മുനിസിപ്പൽ ചെയർമാൻ റഷീദ് മോരിയയ്ക്ക് നൽകി മന്ത്രി പ്രകാശനം നിർവഹിച്ചു. CCN മലപ്പുറം. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും കേന്ദ്ര സഹായം നൽകണമെന്നും ആവശ്യപ്പെട്ട് RJD ജില്ലാ കമ്മിറ്റി ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി സബാഹ് പുൽപ്പറ്റ സമരം ഉദ്ഘാടനം ചെയ്തു. ദുരന്തം സന്ദർശിക്കാനെത്തിയ പ്രധാനമന്ത്രി നടത്തിയ സഹായ വാഗ്ദാനങ്ങൾ പാലിക്കാത്തത് മനുഷ്യത്വരഹിത സമീപനമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് M ജനാർദ്ദനൻ അധ്യക്ഷനായി. M സിദ്ധാർത്ഥൻ, അബ്ദുറഹ്മാൻ മൗലവി, അലി പുല്ലിത്തൊടി, NP മോഹൻരാജ്, ഹംസ എടവണ്ണ എന്നിവർ സംസാരിച്ചു. CCN മലപ്പുറം. പെരിന്തൽമണ്ണ നഗരസഭയുടെ ഫ്ളാറ്റ് സമുച്ചയത്തിലെ മാലിന്യ പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് UDF കൗൺസിലർമാർ മുനിസിപ്പാലിറ്റി ഉപരോധിച്ചു. സമരം KPC സെക്രട്ടറി V ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. പെരിന്തൽമണ്ണ നഗരസഭയുടെ ടൗൺ ഹാൾ നിർമ്മാണം ഉടൻ പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് കൈമാറണമെന്നും ആയുർവേദ ആശുപത്രി ഉടൻ പൂർത്തീകരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് നഗരസഭയ്ക്ക് മുമ്പിൽ പ്രതിപക്ഷ കൗൺസിലർമാർ ഉപരോധ സമരം സംഘടിപ്പിച്ചത്. ഉപരോധ സമരം KPCC സെക്രട്ടറി V ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് പച്ചീരി ഫാറൂഖ് അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ UDF ചെയർമാൻ രാജേന്ദ്രൻ, കൺവീനർ നാലകത്ത് ബഷീർ, പത്തത്ത് ജാഫർ, മുഹമ്മദ് സുനിൽ, താമരത്ത് സലീം എന്നിവർ സംസാരിച്ചു. CCN പെരിന്തൽമണ്ണ. പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ പെൺകുട്ടികളുടെ മാപ്പിളപ്പാട്ട് മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയിരിക്കുകയാണ് സാനി കൃഷ്ണ. ആദ്യമായി സംസ്ഥാന തലത്തിലേക്ക് മത്സരിക്കാൻ എത്തുന്നതിന്റെ സന്തോഷത്തിലാണ് ഈ 10ാം ക്ലാസ് വിദ്യാർത്ഥി. വിളിത്തം നേരിട്ട് ചേർത്തിട്ടരികകൾ കുറിച്ചും കേളടയുണ്ട് മണിച്ചും ദപ്പുകൾ ചൂളം മണിച്ചും തിരശീലുകൾ ചമൈത്താനേ
ചമിതാനേ കമ്പി കഴുത്താനേ ഒത്ത കണക്കാനേ വക തിരിച്ചാനേ. പുലാമന്തോൾ വിളയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് സാനി കൃഷ്ണ. പാലക്കാട് ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ പെൺകുട്ടികളുടെ മാപ്പിളപ്പാട്ട് മത്സരത്തിൽ മികച്ച പ്രകടനമാണ് സാനി കൃഷ്ണ കാഴ്ചവെച്ചത്. പകപൊങ്കും കവിതാളര് പരിശുദ്ധിടും വൈദ്യര് ഉലകം പകർന്നിടും മൊഴിയാനേ. ഉലകം പകർന്നിടും മൊഴിയാനേ. പങ്കിറങ്കുൾ പദം ചിന്തും കൊമ്പുവമ്പും തിരിപ്പൂക്കൾ ചട്ട് നീട്ടും തുണ്ടുകൾ കേറ്റം തീമർത്താനേ. ചട്ട് നീട്ടും തുണ്ടുകൾ കേറ്റം തീമർത്താനേ. ചട്ട് നീട്ടും തുണ്ടുകൾ കേറ്റം തീമർത്താനേ. മാപ്പിളപ്പാട്ട് മത്സരത്തിനു പുറമെ ഉറുദു സംഘഗാനത്തിനും സാനി കൃഷ്ണ ജില്ലയിൽ മത്സരിച്ചിരുന്നു. 1ാം സ്ഥാനം കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ജില്ലയിൽ വന്നിട്ട് ഇൻഡിവിജ്വൽ പ്രോഗ്രാം ചെയ്യുന്നത്. അതിൽ തന്നെ എന്തായാലും മാപ്പിളപ്പാട്ടിന് ഫസ്റ്റ് കിട്ടി എന്നുള്ളതിൽ നല്ല സന്തോഷമുണ്ട്. പിന്നെ എന്നെ മാപ്പിളപ്പാട്ട് പഠിപ്പിച്ചത് അസ്ലം സാറാണ്. ഞാൻ ശാസ്ത്രീയ സംഗീതം പഠിക്കുന്നുണ്ട് സുരേന്ദ്രൻ സാറിൻ്റെ അടുത്ത്, മഞ്ഞളൂർ സുരേന്ദ്രൻ സാറിൻ്റെ അടുത്ത്. മാപ്പിളപ്പാട്ട് കലാകാരൻ അസ്ലം കക്കാട്ടിരിയുടെ നേതൃത്വത്തിലാണ് പരിശീലനം. സംസ്ഥാന തലത്തിലേക്ക് മത്സരിക്കാനായതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് അസ്ലം പറഞ്ഞു. കുട്ടി കുറെ ആയി മാപ്പിളപ്പാട്ട് കുട്ടിയുടെ അങ്ങനെ എത്താറില്ല. എന്നിരുന്നാൽ കൂടി ഇപ്രാവശ്യം അവളിങ്ങനെ ഒരു മാപ്പിളപ്പാട്ട് എനിക്ക് തരണമെന്നോ, അത് നമുക്ക് നല്ലൊരു മത്സരം മുന്നിൽ കാഴ്ചവെക്കണം എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു വാശിയായി. അപ്പോൾ എന്തായാലും OM കരുവാരക്കുണ്ടിൻ്റെ പദവി പൊങ്ങും കവിതാളർ എന്നുള്ള ആ ഒരു രചന സാനി കൃഷ്ണയിലൂടെ കേൾക്കാനും പറ്റുകയും ഇവിടെ നല്ലൊരു വിജയം കൈവരിക്കാനും പറ്റി. അതുമാത്രമല്ല, ഇവരുടെ സ്കൂളിൽ നിന്ന് ആദ്യത്തെ ഒരു സംസ്ഥാനതല മത്സരം അല്ലേ, സംസ്ഥാനതല മത്സരം കൂടിയായിട്ട് മാപ്പിളപ്പാട്ട് സംസ്ഥാന സ്ഥലത്തോട്ട് പോവുകയാണ്. എന്തായാലും ആ ഒരു സന്തോഷം കൂടി ഞാൻ ഈ വേളയിൽ നിങ്ങൾക്കുമായി പങ്കുവെക്കുന്നു. വിളയൂർ സ്വദേശികളായ ഉണ്ണി ദിവ്യ ദമ്പതികളുടെ മകളാണ് സാനി കൃഷ്ണ. മകൾക്ക് മികച്ച നേട്ടം കൈവരിക്കാനായതിൽ സന്തോഷമുണ്ടെന്ന് മാതാപിതാക്കളും പറഞ്ഞു. മോള് സംസ്ഥാനത്തിൽ ചെല്ലുക എന്നുള്ളതിനുള്ള പ്രയത്നങ്ങൾ കുറേ ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അത് പറഞ്ഞ മാതിരി ഒറ്റയ്ക്കുള്ള മത്സരങ്ങൾ വളരെ കുറവേ ഉണ്ടായിട്ടുള്ളൂ, ഒക്കെ ഗ്രൂപ്പായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ പൊതുവെ നാട്ടിൽ നിന്നും പിന്നെ അധ്യാപകരുടെയും ഒക്കെ നല്ല സപ്പോർട്ടുണ്ട്. ഈ ഒരു സംസ്ഥാന കലോത്സവം അല്ലെങ്കിൽ സ്കൂൾ കലോത്സവം എന്നുള്ള രീതിയിൽ മാത്രമല്ല, പൊതുവേ നാട്ടിൽ നിന്ന് എല്ലാ മേഖലയിലുള്ള ആളുകളുടെയും നല്ല സപ്പോർട്ടുണ്ട് എന്നുള്ളൊരു പിന്നെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ധൈര്യം വല്ലാതായിട്ടുണ്ട്. മോൾക്ക് എവിടെ ആയാലും എല്ലാ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാലും അവർക്ക് നല്ല സപ്പോർട്ടും നല്ല പരിഗണനയും കിട്ടുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒരു കാര്യം. അതിൽ ഈ അസം സാറ് ഈ പറഞ്ഞ മാതിരി പെട്ടെന്ന് ഒരു ടൈമിൽ നമ്മൾ പെട്ടെന്ന് മാപ്പിളപ്പാട്ട് സെലക്ട് ചെയ്തപ്പോൾ തന്നെ മാഷ ആദ്യം പാട്ട് വിട്ടുവന്നു. ആ പാട്ട് വിട്ടു വന്നപ്പോൾ തന്നെ പെട്ടെന്ന് പഠിച്ചു, പാടി കൊടുത്തപ്പോൾ തന്നെ സാറിന് നല്ലൊരു കോൺഫിഡൻസ് ആയി. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ സാറ് വളരെ റിസ്ക് എടുത്ത് പിന്നെ പഠിപ്പിക്കാനും അത് ഇതുവരെ എത്താനും കഴിഞ്ഞതിൽ വളരെ സന്തോഷം. CCN കടമ്പഴിപ്പുറം. ശ്രീകൃഷ്ണപുരത്ത് നടക്കുന്ന 63ാമത് റവന്യൂ ജില്ലാ കലോത്സവത്തിൽ രാത്രിയിലും മത്സരങ്ങൾക്ക് ആവേശം ഇരട്ടിയായിരുന്നു. ഹൈസ്കൂൾ വിഭാഗം നാടോടി നൃത്ത മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയാണ് മീനാക്ഷി തന്റെ വിജയം ആഘോഷമാക്കിയത്. ചിറ്റൂർ ഗേൾസ് സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മീനാക്ഷി. കഴിഞ്ഞ 10 വർഷമായി നൃത്തം അഭ്യസിച്ചു വരുന്ന മീനാക്ഷി ഇത് 3ാം തവണയാണ് ജില്ലാ മത്സരത്തിൽ പങ്കെടുക്കുന്നത്.
എല്ലാ കുട്ടികൾക്കും എ ഗ്രേഡ് ലഭിച്ചിട്ടുണ്ട്. അടുത്ത തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കോഡ് നമ്പർ 127. കഴിഞ്ഞ 2 തവണയും നിരാശയായിരുന്നെങ്കിലും ഇത്തവണ ഇരട്ടി സന്തോഷത്തിലാണ്. എനിക്ക് കളിക്കുമ്പോൾ പേടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ മാറ്റി എൻ്റെ കോൺഫിഡൻസ് നല്ലോണം എനിക്ക് വേണ്ടി കളിച്ചു, എൻ്റെ ഫാമിലിക്ക് വേണ്ടി, എൻ്റെ സാർക്ക് വേണ്ടി കളിച്ചു. ഒരു വിജയം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു? പ്രതീക്ഷിച്ചില്ല. അപ്പം ഞാൻ എൻ്റെ ബാക്കിൽ നല്ലോണം ഹാർഡ് വർക്ക് ഉണ്ട്. അതിലെനിക്ക് ഈ ഫലമായിട്ട് കിട്ടി. സ്കൂൾ കലോത്സവത്തിൽ നാടോടി നൃത്തത്തിൽ 3ാം സ്ഥാനവും ഉപജില്ലയിൽ 2ാം സ്ഥാനവും നേടിയാണ് മാളവിക ജില്ലാ മത്സരത്തിൽ പങ്കെടുത്തത്. 10 വർഷമായിട്ട് സ്ട്രോങ് ആയിട്ട് ബേസിക്സ് ഒക്കെ പഠിച്ച് മത്സരങ്ങളിൽ സ്ഥിരമായി പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ പാലക്കാട് ജില്ലയിൽ നല്ല പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എപ്പോഴും 1ാം സ്ഥാനത്തേക്ക് എത്താറുണ്ട്. അത് വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഫാക്ടറാണ്. അച്ഛൻ മുരുകദാസനും അമ്മ ഷീബയും മാളവിക അനിയത്തിയുമാണ്. CCN കടമ്പഴിപ്പുറം. പാലക്കാട് ജില്ലാ കലോത്സവത്തിൽ സമൃദ്ധമായി പാചകപ്പുര. ഇത്തരത്തിൽ ഭക്ഷണം ഒരുക്കുന്നതിൽ പരിചിതനായ കൂടല്ലൂർ ദാസനാണ് പാചകപ്പുരയ്ക്ക് ചുക്കാൻ പിടിക്കുന്നത്. അധ്യാപക സംഘടനയായ KPST ആണ് ഭക്ഷണ കമ്മിറ്റിക്ക് നേതൃത്വം നൽകുന്നത്. 63ാമത് ജില്ലാ കലോത്സവം ശ്രീകൃഷ്ണപുരത്ത് നടക്കുകയാണ്. ഈ ശ്രീകൃഷ്ണപുരത്തെ മത്സരാർത്ഥികൾക്കും അതേപോലെ തന്നെ മറ്റ് അവരുടെ ഒപ്പം വന്ന പ്രവർത്തകർക്കും നല്ല സമൃദ്ധമായ ഭക്ഷണം നൽകുന്ന ഒരു ടീമാണ് നമ്മളൊപ്പം ഉള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അവരുടെ വിശേഷങ്ങളും അതേപോലെ അവരെന്തൊക്കെയാണ് വരുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് ചോദിച്ചറിയാം. ഇന്ന് കലോത്സവം തുടങ്ങിയിട്ട് 3ാം ദിവസമാണ് ഇന്ന്. വിഭവ സമൃദ്ധമായ ഭക്ഷണമാണ് കൊടുക്കുന്നത്. ഇന്ന് ചോറ്, മോരുകറി, അതുപോലെ മസാല കറി, ഉപ്പേരി, നെല്ലിക്ക അച്ചാറ്, സേമിയ പായസം അങ്ങനെയാണ് കൊടുക്കുന്നത്. ഇന്നലെ ഇവിടെ രാത്രി വൈകുന്നേരം 5 മണി വരെ വരുന്ന കുട്ടികൾക്ക് മുഴുവൻ ഭക്ഷണം കൊടുത്തിരുന്നു. ഇന്നും അതുപോലെ നമ്മൾ മാക്സിമം ഈ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് എത്ര സമയമാണോ ആ സമയം വരെ ഭക്ഷണം കൊടുക്കാനായിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട്. ഇന്നലെ ഏകദേശം 4500-ന് മേലെ ആൾക്കാർ ഭക്ഷണം കഴിച്ചു. ഇന്ന് ഒരു 500ഓളം കുട്ടികൾ പങ്കെടുക്കുന്ന കുറവാണ്. എങ്കിലും ഒരു 4000 വരെ ഉള്ള ആൾക്കാർക്കുള്ള കുട്ടികൾക്കും അതുപോലെ അവരുടെ കൂടെ വരുന്ന ടീച്ചേഴ്സിനും മറ്റ് ഇതിൻ്റെ ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവർക്കുള്ള ഭക്ഷണം ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ അന്തരീക്ഷം തന്നെ, ഈ മണ്ഡപം തന്നെ ഒരു രസകരമായ കുട്ടികൾക്ക് തിരക്കില്ലാതെ വരി നിൽക്കാതെ വന്നതും ഭക്ഷണം കഴിച്ചു പോകാനുള്ള ഒരു സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 2 ഹാളിലായിട്ട് നമ്മുടെ അധ്യാപകരിൽ നിന്ന് വിളമ്പി കൊടുക്കുന്നുണ്ട്. KPST എന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട അധ്യാപക സംഘടനയാണ് ഈ ഭക്ഷണ കമ്മിറ്റി ഏറ്റെടുത്ത് നടത്തുന്നത്. എന്തായാലും നമുക്കറിയാം, കാരണം മനസ്സ് നിറഞ്ഞാലാണ് അവർക്ക് അത്രയും സന്തോഷം ഉണ്ടാവത്തുള്ളൂ. അപ്പൊ ആ ഒരു സന്തോഷം ഒരുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ഒരു ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. എന്താണ് പറയാനുള്ളത് ഈ ഒരു പ്രവർത്തനത്തെ പറ്റിയിട്ട്? ഭക്ഷണം നന്നായാൽ പരിപാടി പകുതി നന്നായി എന്നാണല്ലോ. അപ്പോൾ നമ്മൾ വിഭവസമൃദ്ധമായ ഭക്ഷണം 4 ദിവസം ഒരുക്കിയിട്ടുണ്ട്. നാളെയും മറ്റന്നാളും ഒക്കെ വിഭവസമൃദ്ധമായ ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. അതാണ് മനസ്സ് സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം. അതിലെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കുന്നു. എന്തായാലും കലോത്സവ വേദി നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ വേദി നിറയുന്നതോടൊപ്പം തന്നെ മനസ്സും വയറും നിറയ്ക്കാൻ വേണ്ടി നമ്മുടെ സംഘാടക സമിതി അതിനൊത്ത് തന്നെയാണ് നിൽക്കുന്നത്. കലോത്സവത്തിലെ കലവറയിലെ കൂടല്ലൂർ ദാസേട്ടനാണ് നമ്മളൊപ്പം ഉള്ളത്. ദാസേട്ടന്റെ വിവരങ്ങളൊന്നൊക്കെ പോവാം. ദാസേട്ടാ, എന്തൊക്കെയാണ് ഇന്നത്തെ പ്രധാന ഭക്ഷണം? ചോറ്, മോരുകറി, നെല്ലിക്കച്ചാറ്, തോരൻ, മസാലക്കൂട്ട്, പിന്നെ സേമിയ പായസം. ഇതാണ് ഇന്നത്തെ വിഭവങ്ങൾ. ഇന്നലെ നെയ്പായസമായിരുന്നു. ഇതിൻ്റെ ഐറ്റം വേറെ ഒന്നായിരുന്നു മാത്രം. ഇന്നലെ മാങ്ങ അച്ചാറായിരുന്നു, സാമ്പാറായിരുന്നു, പിന്നെ മെഴുക്ക് പുരട്ടിയായിരുന്നു, പിന്നെ എലിശ്ശേരി ആയിരുന്നു ഇന്നലത്തെ വിഭവം. ഇന്നിങ്ങനെ ഇന്നലെ 4500ഓളം പേരാണ് ഇന്നലെ ഭക്ഷണം കഴിച്ചത്. ഇന്നൊരു 3500 ഇന്നത്തെ റേഞ്ച്. നാളെ വീണ്ടും 4000 ഉണ്ടാവുന്നതാണ് സംഘാടകർ പറഞ്ഞിരിക്കുന്നത്. അതങ്ങനെ സാധിച്ചു കൊടുക്കുന്നു. ഏകദേശം രാവിലെ എത്ര മണി മുതൽക്കാണ് വർക്ക് തുടങ്ങുന്നോ? അത് 2 മണിക്കുള്ളൂ. 2 മണി പുലർച്ചെ. ഏകദേശം അവസാനിക്കുന്ന ഒരു 9 മണിയാകുമ്പോഴേ ഞാൻ എല്ലാം സെറ്റാവും. എല്ലാം സെറ്റ്. നാളേക്ക് നടത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ ബാക്കിയുള്ള ആൾക്കാരാണ് ഭക്ഷണം ഒരുക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾക്ക് വിശ്രമമില്ല. ഏകദേശം എത്ര പേരാണ് ഇപ്പോൾ ഈ ഒരു സഹായത്തിനായിട്ട് വന്നിട്ടുള്ളത്? ഇവിടെയാണ് 7 പേരാണ് മൊത്തം.
ഈ 7 പേരും കൂടിയിട്ടാണ് ഈ 4000 ചില്ലം ആളുകൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും കലോത്സവത്തിന് ഭക്ഷണം ഉണ്ടാക്കുന്ന ഈ ഒരു 7 അംഗ സംഘത്തിനെ വെച്ചുകൊണ്ടാണ് എന്നാണ് ദാസേട്ടൻ പറയുന്നത്. എന്തായാലും ദാസേട്ടന്റെ ഭക്ഷണം കഴിച്ചവരെല്ലാവരും നല്ല സന്തോഷത്തോടു കൂടി തന്നെയാണ് ഈ കലവറയിൽ നിന്നും ഇവിടെ പറയുന്നത്. നല്ല ഭക്ഷണമാണ്. 4 കൂട്ടം 5 കൂട്ടം വിഭവങ്ങൾ ചേർത്തിട്ടുള്ള ഭക്ഷണമാണ്. വളരെ സന്തോഷവും നല്ല തൃപ്തിയോടും കൂടെ നമ്മൾ കഴിക്കുന്നത്. പായസം ഉണ്ടോ? പായസം, പിന്നെ ഇന്ന് സേമിയ പായസമാണ്. ഇന്നലെ വേറെ പായസമായിരുന്നു. 4500ഓളം പേർക്കാണ് ഇവിടെ ഫുഡ് അറേഞ്ച് ചെയ്യുന്നത്. വിളമ്പാനുള്ള 2 സ്ഥലമുണ്ട് ഇരുന്ന് കഴിക്കാനുള്ളത്. നമ്മൾ ഈ മെനു എടുത്തത് ഭയങ്കര സന്തോഷമാണ്. നല്ല പ്രവർത്തനങ്ങളാണ് ഫുഡ് കമ്മിറ്റിയുടെ. അതുപോലെ പാചകം ചെയ്യുന്ന ആൾക്കാർ നല്ലൊരു ടീമാണ്. ഈ ഒരു അറേഞ്ച്മെന്റ് ഉണ്ടല്ലോ, ഇതുപോലെ ഒരു ഓഡിറ്റോറിയം നമുക്ക് കിട്ടിയതിന് നല്ല സൗകര്യമുണ്ട്. വരുന്നവരൊക്കെ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് തിരിച്ചു പോകുന്നു. യാതൊരു അസൗകര്യമില്ല. സുഖമായിട്ട് ഇരുന്ന് കഴിക്കാനും പിന്നെ ഭക്ഷണത്തിന്റെ രുചിയുണ്ട്. കഴിഞ്ഞ തവണ ഒറ്റപ്പാലത്ത് ഇവരിനെ ചെയ്തത്. പക്ഷേ സംസ്ഥാന കലോത്സവത്തിലൊക്കെ ഭക്ഷണ കമ്മിറ്റി ഏറ്റെടുക്കുമ്പോഴേക്കും ഒരു കഴിവുള്ള ആളുകൾ തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഒറ്റപ്പാലുള്ള ആളുകളാണ് ഇത്. മറ്റേ ദാസേട്ടെന്ന് പറയും, അദ്ദേഹമാണ് ചെയ്യുന്നത്. ഭക്ഷണമൊക്കെ നല്ല ക്വാളിറ്റിയാണ്, നല്ല അഭിപ്രായമാണ് വന്നിരിക്കുന്നത്. മലപ്പുലിയാട്ടത്തിൽ സംസ്ഥാന മത്സരത്തിലേക്ക് തൃക്കടീരി PTM സ്കൂൾ. ആദ്യമായാണ് ഈ കലാരൂപം കലോത്സവ വേദിയിലെത്തുന്നത്. ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികൾ മനോഹരമായി ചുവടുവെച്ചപ്പോൾ ജില്ലയിലെ ആദ്യത്തെ 1ാം സ്ഥാനം ഇവർ നേടി. CCN കടമ്പഴിപ്പുറം. പാലക്കാട് ജില്ലാ കലോത്സവത്തിൽ രാത്രിയിലും ആവേശമായി സംഘനൃത്ത മത്സരം. മത്സരാർത്ഥികളുടെ ഓരോ പ്രകടനവും ഒന്നിനൊന്ന് മികച്ചതായിരുന്നു. സദസ്സും കാണികളാൽ സമ്പന്നമായിരുന്നു. എന്നോട് വാഹനമാകുന്നു വൈന്ദേയ മഹാവിനിസാരി.
CCN കടമ്പഴിപ്പുറം. പാലക്കാട് ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം ആൺകുട്ടികളുടെ മാപ്പിളപ്പാട്ട് മത്സരത്തിൽ 1ാം സ്ഥാനം മുഹമ്മദ് അജ്സലിന്. GVHSS വട്ടേനാട് സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അജ്സൽ. തങ്കളത്തിന്തിത്തം മിമ്പറിരുന്തിട മുമ്പറുത്തിട ഭേദമായി തങ്കളത്തിന്തിത്തം മിമ്പറിരുന്തിട മുമ്പറുത്തിട ഭേദമായി വേദമാൽ തിരുദൂതനവരുടെ ബോധമനവതിലോതലായി വേദമാൽ തിരുദൂതനവരുടെ ബോധമനവതിലോതലായി. ജില്ലാ കലോത്സവത്തിൽ നിന്നും ഹൈസ്കൂൾ വിഭാഗം ആൺകുട്ടികളുടെ മാപ്പിളപ്പാട്ട് മത്സരത്തിൽ സംസ്ഥാന തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് GVHSS വട്ടനാട് സ്കൂളിലെ അജ്സൽ. തിങ്കൾ തിരുനബി തങ്ങളുതകമേ തൊങ്കെ തങ്കിടും വിങ്കലായി തിങ്കളൊടുതി മങ്കും ദിനമതിൽ തെങ്കി അലിഫലിൽ താങ്കളായി ചിങ്കാരത്തരുളരെ ഇരുവരും ഒന്താരപ്പടിയതിലൊരുതിര ചന്തം മൊളിന്തുടൻ തങ്കമാൽ ചന്തം മൊളിന്തുടൻ തങ്കമാൽ. കഴിഞ്ഞ വർഷം അപ്പീലിലൂടെ സംസ്ഥാനതലത്തിൽ മത്സരിക്കാൻ അജ്സലിനായിട്ടുണ്ട്. സ്കൂളിലെ അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും പൂർണ്ണ പിന്തുണ തനിക്കുണ്ടെന്നും സംസ്ഥാന തലത്തിലേക്ക് മത്സരിക്കാൻ അവസരം ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്നും അജ്സൽ പറയുന്നു. സന്തോഷമുണ്ട്, പ്രതീക്ഷിച്ചില്ല, പ്രതീക്ഷിക്കാതെ. എങ്ങനെയാണ് മത്സരങ്ങളിൽ പ്രാക്ടീസ് സ്കൂൾ വിട്ട ടൈമിൽ അസ്ലം സാറ് എൻ്റെ അടുത്ത് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ സ്കൂൾ വിട്ട ടൈമിലാണ് ചെയ്യാറ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ. ഒരു 5-8 വട്ടം പാടി നോക്കിയിട്ട് പിച്ചൊക്കെ കറക്റ്റാക്കിയിട്ട് അങ്ങനെയാണ് ചെയ്യാറ് പ്രാക്ടീസ് സ്കൂൾ ടൈം. മാപ്പിളപ്പാട്ട് പരിശീലകൻ അസ്ലം കക്കാട്ടിരിയുടെ പരിശീലനത്തിലാണ് അജ്സലിന് മികച്ച വിജയം നേടാനായത്. അജ്സലിന്റെ പെർഫോമൻസ് വളരെയധികം നല്ല ഒരു 2-3 നല്ലൊരു ടൈറ്റ് മത്സരം വന്നിരുന്നു. എന്നാൽ കൂടി ഒക്കെ കേട്ട് വന്നിരുന്ന രചനകളായിരുന്നു. എന്തായാലും പുതുമയുള്ള രചനകൾ 2-3 തന്നെ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും ബദറുദ്ദീൻ പാർനൂരിനെ കൊണ്ട് എഴുതിച്ച് പ്രാവശ്യം ചിട്ടപ്പെടുത്തിയ ഒരു പാട്ട് അജ്സലിനെ മുന്നിലേക്ക് എത്തിക്കുക, ഇവനൊരു സംസ്ഥാന സ്ഥലത്തോട്ട് എത്തിക്കുക എന്നുള്ള എൻ്റെ ഒരു ചുമതല ആയിരുന്നു. എന്തായാലും അതിൽ പൂർണ്ണനായിട്ട് അജ്സൽ വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വേളയിൽ അതിയായ സന്തോഷം അറിയിച്ചുള്ളൂ. കൂറ്റനാട് സ്വദേശികളായ സുലൈമാൻ ഷഹീദ ദമ്പതികളുടെ മകനാണ്. സംസ്ഥാന തലത്തിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് പരിശീലകൻ പറഞ്ഞു. CCN കടമ്പഴിപ്പുറം. പാലക്കാട് ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം അർപ്പനമുട്ട് മത്സരത്തിൽ കല്ലടി ഹയർ സെക്കൻഡറി സ്കൂളിന് A ഗ്രേഡോടെ 1ാം സ്ഥാനം. വിദ്യാർത്ഥികളെയും അധ്യാപകരെയും പരിശീലകരെയും സ്കൂൾ മാനേജ്മെന്റും PTA-യും അഭിനന്ദിച്ചു. CCN കടമ്പഴിപ്പുറം. ലുക്മാൻ ആയുർവേദ ഫാർമസ്യൂട്ടിക്കൽസ് അവതരിപ്പിക്കുന്ന 3 പ്രധാന ഔഷധങ്ങളുടെ ലോഞ്ചിംഗ്, സൗജന്യ ആരോഗ്യ ബോധവൽക്കരണ സെമിനാർ എന്നിവ ചെർപ്പുളശ്ശേരിയിൽ നടന്നു. നഗരസഭ ചെയർമാൻ P. രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും അടിത്തട്ടിൽ നാട്ടുവൈദ്യന്മാർ മുതൽ അലോപ്പതിയിലാണെങ്കിൽ ആശാവർക്കർമാർ മുതൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി വരേക്ക് ലഭ്യമാകുന്ന തലമുറയാണ് തലമുറ. നമുക്ക് കേരളത്തിന് എവിടേക്കും പോകേണ്ട ആവശ്യമില്ല. അത് പൊതുമേഖലയിൽ തന്നെ, സ്വകാര്യ മേഖല ഇഷ്ടമാണ്, പൊതുമേഖലയിൽ തന്നെ ആശാവർക്കർമാർ മുതൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി വരേക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് നമ്മൾ ആരോഗ്യ മേഖല നമ്പർ 1 നിലനിൽക്കുന്നത്.
സുഖചികിത്സയ്ക്കും ആരോഗ്യദായകമായ ദാമ്പത്യ ജീവിതത്തിനും സഹായകമായ 3 പ്രധാന ഔഷധങ്ങളുടെ ലോഞ്ചിങ്, സൗജന്യ ആരോഗ്യ ബോധവൽക്കരണ സെമിനാർ എന്നിവയാണ് നടന്നത്. ചടങ്ങിൽ മുൻ നഗരസഭാ വൈസ് ചെയർമാൻ കെ ആസീസ് അധ്യക്ഷനായി. ജീവിതശൈലി രോഗപ്രതിരോധത്തിന് നല്ല ശീലങ്ങൾ എന്നതായിരുന്നു സെമിനാറിലെ ചർച്ച. പേശീബലം വർദ്ധിപ്പിച്ച് രോഗങ്ങളെ അകറ്റി നിർത്തുന്ന നവധാതുലയം, സന്തോഷകരമായ ദാമ്പത്യ ജീവിതം സാധ്യമാക്കുന്നതിന് ധാതുലയം, സ്ത്രീ ശരീരത്തിന് ഉണർവും പ്രസരിപ്പും പ്രദാനം ചെയ്യുന്ന അമൃതലയം എന്നീ സവിശേഷ ഔഷധങ്ങളാണ് വിപണിയിലെത്തിച്ചത്. ഡോക്ടർ സമീർ വിഷയാവതരണം നടത്തി. ലുക്മാൻ ആയുർവേദ ഫാർമസ്യൂട്ടിക്കൽസിന്റെ ഡോക്ടർ മുഹമ്മദ് നബീൽ പുതിയ ഉൽപ്പന്നങ്ങളുടെ ലോഞ്ചിംഗ് സംബന്ധിച്ച് പരിചയപ്പെടുത്തി. ഡോക്ടർ എൻ ഗോവിന്ദൻ, നഗരസഭാ കൗൺസിലർ അബ്ദുൾ ഗഫൂർ, VP സുഹ്റാബി, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി KA ഹമീദ്, യോഗ പ്രാക്ടീഷണർ ഡോക്ടർ എൻ ഗോവിന്ദൻ, ഡോക്ടർ ഷമീമ തുടങ്ങിയവർ സംസാരിച്ചു. മൂസക്കുട്ടി മഞ്ഞളാങ്ങാടൻ സ്വാഗതവും റൈഹാൻ മുബാരിഷ് നന്ദിയും പറഞ്ഞു. CCN ചെർപ്പുളശ്ശേരി. ആര്യമ്പാവ് അരിയൂർ ALP സ്കൂൾ ചരിത്ര നേട്ടത്തിലേക്ക്. സംസ്ഥാനത്ത് ആദ്യമായി സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് സ്കൂളിന് മാത്രമായി തയ്യാറാക്കിയ വോയിസ് അസിസ്റ്റന്റ് AI റോബോട്ട് കുട്ടികളുടെ മുന്നിലേക്ക് എത്തുകയാണ്. മിയ എന്ന് പേരിട്ട ഈ കളിക്കൂട്ടുകാരി 28-ന് വ്യാഴാഴ്ച രാവിലെ മുതൽ കുട്ടികളുടെ കൂട്ടുകാരിയായി വിദ്യാലയത്തിലുണ്ടാകും. ഒട്ടേറെ സവിശേഷതകളുമായാണ് AI റോബോട്ട് വിദ്യാർത്ഥികളുടെ മുന്നിലേക്ക് എത്തുന്നതെന്ന് പ്രധാനാധ്യാപകൻ ബാബുരാജ് പരിയാനംപറ്റ പറഞ്ഞു. ഇത് വളരെ സന്തോഷത്തോടു കൂടി പറയാനുള്ളൊരു കാര്യം, ഇത് സംസ്ഥാനത്തിൽ തന്നെ ആദ്യമായാണ് ഇത്തരത്തിലൊരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കുട്ടികളുടെ കളിക്കൂട്ടുകാരിയായി ഒരു റോബോട്ട് എത്തുന്നത്. ഒട്ടേറെ പ്രത്യേകതകളുള്ള ഒരു സംവിധാനം നമുക്ക് വേണ്ടി വികസിപ്പിച്ചെടുത്തത് നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ വിദ്യാർത്ഥിയായിട്ടുള്ള അഭിനവ് എന്ന് പറയുന്ന ഒരു മിടുക്കനാണ്. ഒട്ടേറെ മൊബൈൽ ആപ്പുകൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള അവാർഡുകൾ, അതുപോലെ തന്നെ ഒട്ടേറെ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് അഭിനവ്. അപ്പോൾ അഭിനവിൻ്റെ ഒരു ആദ്യത്തെ ഒരു സംരംഭം എന്നുള്ള നിലയിൽ ഇത് യഥാർത്ഥത്തിൽ സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധയെ ആകർഷിക്കുന്ന ഒരു പ്രൊജക്റ്റായി മാറുകയാണ്. ആസ്ക് എന്ന ഒരു ഇംഗ്ലീഷ് പ്രൊജക്റ്റിൻ്റെ ഭാഗമായാണ് നമ്മൾ ഈ റോബോട്ടിനെ ഇവിടെ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. നിരവധി മൊബൈൽ ആപ്പുകൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ള കല്ലുവഴി അഭിനവാണ് AI റോബോട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. കുട്ടികൾക്ക് ഇംഗ്ലീഷ് ഭാഷയോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കുക, ഇംഗ്ലീഷ് അനായാസം കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തി ചെറുപ്പത്തിൽ തന്നെ നേടിയെടുക്കുക എന്നീ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പ്രവർത്തനം മുന്നോട്ടു പോകുന്നത്. പ്രധാനാധ്യാപകൻ ബാബുരാജ് പരിയാനംപറ്റയെ കൂടാതെ PTA പ്രസിഡന്റ് ബഷീർ, സ്റ്റാഫ് സെക്രട്ടറി VM ദിവ്യ, MPTA പ്രസിഡന്റ് റോഷിനി, PTA പ്രതിനിധി സുധന്യ, മറ്റു പ്രതിനിധികളായ രഞ്ജിത്ത്, നൌഫാസ് എന്നിവർക്കൊപ്പം വിദ്യാലയത്തിലെ മറ്റ് അധ്യാപകരും വിദ്യാലയത്തിൽ വെച്ച് നടന്ന വിശദീകരണ യോഗത്തിൽ സംബന്ധിച്ചു. മിയയുടെ ഔപചാരിക ഉദ്ഘാടനം മണ്ണാർക്കാട് MLA N ഷംസുദ്ദീൻ നിർവഹിക്കും. CCN ചെത്തല്ലൂർ. വടക്കൻ വെള്ളിനേഴി തൃപ്പുലിക്കൽ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായി ചൊവ്വാഴ്ച വലിയ വിളക്ക് ആഘോഷം നടന്നു. ക്ഷേത്രത്തിൽ രാവിലെ ഉത്സവ ബലി, പ്രത്യേക പൂജകളും നടന്നു. പ്രദീപ് കിള്ളിക്കുറിശിമംഗലം അവതരിപ്പിച്ച ഓട്ടൻതുള്ളൽ, കലാമണ്ഡലം രഘുചന്ദ്രന്റെ ശിഷ്യന്മാർ അവതരിപ്പിച്ച തായമ്പക, ഉച്ചയ്ക്ക് കഞ്ഞിസദ്യ, വൈകിട്ട് കുച്ചുപ്പിടി, നൃത്തനൃത്യങ്ങൾ, പനമണ്ണ ശശി, ചൊവ്വല്ലൂർ മോഹനവാര്യർ എന്നിവർ അവതരിപ്പിച്ച ഇരട്ട തായമ്പക എന്നിവയും അരങ്ങേറി. ഉത്സവത്തിന്റെ ഭാഗമായി മറ്റു ദിവസങ്ങളിൽ രാമദാസ് പൊതുവാൾ അവതരിപ്പിച്ച ചാക്യാർകൂത്ത്, ചെത്തല്ലൂർ ശിവദാസൻ അവതരിപ്പിച്ച തായമ്പക, വാഴയങ്കട കുഞ്ചുനായർ ട്രസ്റ്റിലെ കുട്ടികൾ അവതരിപ്പിച്ച പഞ്ചാരിമേളം, ഗീതാഞ്ജലി, സെമി ക്ലാസിക്കൽ ഡാൻസുകൾ, നൃത്തനൃത്യങ്ങൾ, രാജേഷിന്റെ തായമ്പക അരങ്ങേറ്റം, ഡാൻസുകൾ എന്നിവയുമുണ്ടായി. CCN ചെത്തല്ലൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലക്കാട് ജില്ലാ കലോത്സവത്തിൽ രാത്രിയിലും ആവേശമായി സംഘനൃത്ത മത്സരം. മത്സരാർത്ഥികളുടെ ഓരോ പ്രകടനവും ഒന്നിനൊന്ന് മികച്ചതായിരുന്നു. സദസ്സും കാണികളാൽ സമ്പന്നം. CPM ചെർപ്പുളശ്ശേരി ഏരിയ സമ്മേളനം സമാപിച്ചു. ഏരിയ സെക്രട്ടറിയായി K നന്ദകുമാർ തുടരും. സമ്മേളനത്തിന് സമാപനം കുറിച്ച് റെഡ് വോളണ്ടിയർ മാർച്ചും ബഹുജന റാലിയും നടന്നു.
പെരിന്തൽമണ്ണ നഗരസഭയുടെ ഫ്ളാറ്റ് സമുച്ചയത്തിലെ മാലിന്യ പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് UDF കൗൺസിലർമാർ മുനിസിപ്പാലിറ്റി ഉപരോധിച്ചു. സമരം KPCC സെക്രട്ടറി V ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക്, മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ, പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്.